അസറുദ്ദീൻ. ഇത് നമ്മുടെ അസറുദ്ദീനായിട്ട് അവിടെ പഴയ ക്രിക്കറ്റ് കളിക്കാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പോ ഈ താക്കോലുണ്ടോ, ഈ താക്കോൽ എന്ന് പറയുന്നത് ഇതുണ്ടോ നമ്മുടെ സുബി സൗണ്ടിന്റെ വണ്ടിയാണ്. അപ്പോ അതിന്റെ മേളിൽ നമ്മൾ മുഹബത്ത് എന്നൊക്കെ എഴുതിയാണ്. മുഹബത്ത് എന്ന് പറഞ്ഞാൽ മുഹബത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരത് ബെൻസ് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വർക്കാണ്. അപ്പോ സുബി ലൈറ്റ് ആൻഡ് സൗണ്ട് പാലക്കാട്. എന്തായാലും നമുക്ക് അവരെ പരിചയപ്പെടണം. അതിന് ഓണർമാരൊക്കെ നമ്മുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. അതേപോലെ നമുക്ക് താക്കോൽ കൊടുക്കണം. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നമ്മൾ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതിന്റെ ഓണർ ആണെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ വന്നു നിന്നിട്ട് അതിന്റെ ഓരോ കാര്യങ്ങളും ചില മൈന്യൂട്ടുള്ള ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു ക്ലിയർ ആയിട്ടാണ് നമ്മൾ അതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തേക്കുന്നത്. അതെല്ലാം സൈഡിൽ കവർ ചെയ്തിട്ടുണ്ട് ഫുള്ള്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ BS4 വണ്ടിയായിരുന്നു. BS4 അല്ല, നമ്മുടെ വണ്ടി BS3 വണ്ടിയായിരുന്നു. അത് നമ്മളിപ്പോ BS6 കൺവേർട്ട് ചെയ്ത് പുതിയ സെറ്റപ്പായിട്ട് സീറ്റ് അപ്പോൾസറി മുതൽ ടോപ്പിലുള്ള വർക്ക് മുതൽ എല്ലാവിധ വർക്കുകൾ കാര്യങ്ങൾ സെറ്റപ്പായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്നിപ്പോ പാലക്കാട് നമ്മുടെ സ്ഥലത്തിന് പാലക്കാട് പരുത്തിപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകട്ടോ. ഇതെന്നാ നിക്കണത് കണ്ട എന്റെ പൊന്ന് ഇതൊക്കെ പറഞ്ഞ പുലികളാണ് നിക്കണേക്ക. കാരണം വെച്ചാൽ ലൈറ്റ് ആൻഡ് സൗണ്ടില് ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് ഏറ്റവും കൂടുതൽ ഗണപതി പൂജ അങ്ങനെയുള്ള പരിപാടി വലിയ പരിപാടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പാലക്കാട് നിന്നുള്ള ഈ സുബി സൗണ്ടാണ് നമ്മൾ കണ്ടേക്കണം. പല സ്ഥലങ്ങളും ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും പല രീതിയിലാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ സെറ്റപ്പായിട്ട് തന്നെയാണ് അവർ ചെയ്യണത്. അതേപോലെ തന്നെ അവരുടെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാനിത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. പിന്നെ ഞാൻ താക്കോൽ കൊടുക്കാൻ പോകണം. അതേപോലെ തന്നെ വർക്ക്ഷോപ്പിനെ കുറിച്ച് 2 വാക്ക് നമുക്ക് ചോദിക്കണമല്ലോ. അപ്പൊ എന്തായി പറഞ്ഞോളൂ ഇക്ക. നല്ല മനുഷ്യരായിട്ടാ, ഉഷാറാണ് ആള്. പണിയൊക്കെ എല്ലാം ക്ലിയർ ആയി ചെയ്തു, കുഴപ്പമില്ല. എന്ത് പറഞ്ഞാൽ അതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. വർക്കൊക്കെ നന്നായി, നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് വൈകി അല്ലേ, അത് കുഴപ്പമില്ല. വണ്ടി എന്തായാലും കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ കുറച്ച് ഡിലേയും കുഴപ്പമില്ല, നന്നായി വൃത്തിയായി ചെയ്തായിരുന്നു പറഞ്ഞു. അതുപോലെ ചെയ്തത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോ നമ്മുടെ ഷറഫുദ്ദീൻ അല്ലേ, ഷറഫുദ്ദീഖാനാണ്. പിന്നെ ഇതുണ്ട് ഷറഫുദ്ദീഖാനെ വേറെ സെറ്റപ്പ് വണ്ടിയായിട്ട് കിടക്കണേ. ഇത് താറാണത് അല്ലല്ലേ, താറാണല്ലേ, താറാട്ടോ. അതിന്റെ നല്ല സെറ്റപ്പായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല കളറൊക്കെ അടിച്ച് സെറ്റപ്പായിട്ട് ഇവരുടെ 2-3 വണ്ടി ഉണ്ടെന്ന് അവർക്ക് അവരുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കുറെ വണ്ടികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ചേട്ടന്റെ പേരെന്തായിരുന്നു? അസറുദ്ദീൻ. ഇത് നമ്മുടെ അസറുദ്ദീനായിട്ട് അവിടെ പഴയ ക്രിക്കറ്റ് കളിക്കാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. എല്ലാം പറയാണ്ടോ സെറ്റപ്പ് അല്ലേ, ഉഷാറാണ്. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ ഇത് പുള്ളിയുടെ പാർട്ണറാണ് ഷബീർക്ക അല്ലെ, ഷബീർക്കായാണ്. അപ്പൊ ഷബീർക്കായ ഉണ്ടായിരുന്നു വണ്ടി കൊണ്ടുവന്നപ്പോ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നാണ്. അപ്പൊ നിങ്ങളെല്ലാവരും തിരുത്തി ആ സ്ഥലമാണ് പരുത്തിപ്പുള്ളിയിലുള്ളവരാണ് പാലക്കാട് അല്ലെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇവരെയൊക്കെ കണ്ടതിലും. അതിന് പാലക്കാടുകാരെ നമുക്ക് കുറച്ചുപേരെ കിട്ടിയിട്ടുണ്ട്, പരിചയപ്പെട്ടു. അപ്പൊ എന്തായാലും നമ്മൾ താക്കോൽ കൊടുക്കാൻ വേണം. വളരെ സെറ്റപ്പായിട്ട് തന്നെ പാലക്കാടേക്ക് വരട്ടെ. അപ്പൊ നിങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ തകർത്തോട്ടെ ഈ സാധനം. സെറ്റപ്പാണ്. ഓക്കെ, റെഡി. അപ്പോ വളരെ സന്തോഷത്തോടു കൂടി വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ താക്കോൽ കൊടുത്ത് വിടട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം വേണം. കാരണം ഇവരിപ്പോ പുതിയൊരു വർക്ക് പുറത്ത് വിടുക അല്ലെ, തമിഴ്നാട്ടിലല്ലേ, കർണാടകയിൽ പുതിയൊരു വർക്കൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള വർക്കുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലാണ് ഇവർ വന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. തമിഴ്നാടും ആന്ധ്രയിലൊക്കെ ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരാം. ഓക്കെ ബൈ. ഓക്കെ അല്ലേ, ഓക്കെ ബൈ.